പ്രതീക്ഷ ഈ സത്യൻ ആരാണ് എന്നതാണ് അറിയേണ്ടത്. ഇതിപ്പോൾ ഇതാണ് ഇരിട്ടിയിലെ മുത്തു ലോട്ടറി ഏജൻസീസ്. അപ്പോൾ ഇവിടെ നിന്നും വിറ്റ ടിക്കറ്റിനാണ് ഇപ്പോൾ ഒന്നാം സമ്മാനം അടിച്ചിട്ടുള്ളത്, അല്ലെ ബമ്പർ അടിച്ചിട്ടുള്ളത് എന്നതാണ് ഇവിടുത്തെ ആളാണ്. ചേട്ടൻ്റെ പേര് എൻ്റെ രാജേഷ്. സത്യനാരായണെന്നൊരു ഇവിടുത്തില്ല, സത്യം പേര് മാത്രമേ അറിയൂ. പേര് നമ്മളിവിടെ DC അടിക്കുമല്ലോ, ടിക്കറ്റ് എടുക്കുമ്പോൾ ബില്ലടിക്കും. അപ്പോൾ ബില്ലിൽ സത്യം എന്നുള്ള പേര് അതിപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് കണ്ട് അത് മാത്രമേ അറിയൂ, വേറെ ഒന്നും അറിയില്ല. ഒരു ബുക്ക് 10 ടിക്കറ്റാ. ഒന്നല്ല അടിച്ച ഒന്ന് നമ്മൾ അടിച്ചാ ഒന്നും ശരിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. അത് നമ്മൾ ആളെ കണ്ടാൽ നമുക്ക് പറയാൻ പറ്റും ആളാരാന്ന് പറഞ്ഞത്. സ്ഥിരം എടുക്കുന്ന ആളല്ല. സ്ഥിരം എടുക്കുന്ന ആളെ നമുക്ക് പേര് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ കിട്ടുമല്ലോ. സ്ഥിരം എടുക്കുന്നതല്ല, ഒരു ബുക്ക് എടുത്തിട്ട് പോയതാണ്. എടുത്തതാ ചന്ദ്രേട്ട ഒരു ബുക്ക് എടുത്തിന് 24-ാം തീയതി ഒരു ബുക്ക് കൊണ്ടുപോയതാണ്. അതിലാണ്. അപ്പോൾ നമുക്ക് പിന്നെ വേറെ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ ആരോടും വാങ്ങിക്കൂല. അവർ ഒരു ബുക്ക് വേണമെന്ന് പറഞ്ഞാൽ ഒരു ബുക്ക് നമ്മൾ പിന്നെ അവരെ പേരെന്താണെന്ന് വെച്ചാൽ ആ പേര് അടിച്ചിട്ട് നമ്മൾ കൊടുക്കും. അതിലപ്പുറം നമുക്ക് അവരെ വേറെ വിവരങ്ങളൊന്നും നമ്മൾ ആരെടുക്കൊന്നും ശേഖരിക്കില്ല. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വരുന്ന ആരെടുക്കുന്നതായാലും അത് നമ്മൾ ശേഖരിക്കില്ല. ആ ഒരു കാര്യം മാത്രം നമ്മൾ അത് ഇല്ല, മുൻപരിചയമൊന്നും അങ്ങനെ ഇല്ല. അപ്പം വന്നിട്ട് ഇങ്ങനെ ഒരു ബുക്ക് എടുക്കുമെന്നല്ലാണ്ട് കണ്ടാൽ അറിയാമെന്നല്ലാണ്ട് വേറെ നമുക്ക് സ്ഥിരം പരിചയമൊന്നുമില്ല. അപ്പം വന്ന് ഇതേപോലെ ബമ്പറും വന്ന ഒരു ബുക്കും അങ്ങനെ എടുത്തിട്ട് പോകുന്ന ആൾക്കാരാണ്. അങ്ങനെ സ്ഥിരം എടുക്കുന്ന ആളല്ല. ഇവിടെ കുറേ ബമ്പർ പിന്നെ ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് എല്ലാം നമുക്ക് ഫസ്റ്റ് പ്രൈസ് അല്ല സെക്കൻഡ് പ്രൈസ് എല്ലാം എന്തായാലും നമ്മുടെ ബമ്പറിൽ വന്നതാണ്. 1 കോടി അടിച്ചിട്ടുണ്ട്, 50 ലക്ഷം അടിച്ചിട്ടുണ്ട്, 25 ലക്ഷം അടിച്ചിട്ടുണ്ട്, 10 ലക്ഷം അടിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഇവിടെ തന്നെ അടിച്ചത്. ഇവിടെ അടിച്ചിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് പ്രൈസ് കുറേ കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ വന്നിട്ട് തന്നെ ഒരു 4 ഫസ്റ്റ് പ്രൈസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇരിട്ടിയിൽ. പിന്നെ ചക്കരക്കല്ലിന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഹെഡ് ഓഫീസ് ചക്കരക്കല്ലാണ്. ചക്കരക്കല്ലിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇല്ല കഴിഞ്ഞിട്ടില്ല. ഇന്ന് വേറെ 2 ലക്ഷം കൂടി ഉണ്ട്, വേറൊരു പ്രൈസും ഉണ്ട്. 2 ലക്ഷത്തിൻ്റെ പ്രൈസ് കൂടി ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ തന്നെ നമ്മൾ സന്തോഷം. പിന്നെ സന്തോഷം പറഞ്ഞാൽ മതിയാ. നമ്മൾ പ്രതീക്ഷ നിൽക്കുന്നില്ല. നമുക്ക് ഈ സംസ്ഥാനത്ത് ഇത്രയും ടിക്കറ്റ് വിറ്റ് നമ്മളൊരു മുത്തു ലോട്ടറി ഏജൻസി നമുക്കിത് നമ്മളെ ഇവിടുന്ന് കൊടുക്കാൻ കഴിയുന്നത് നമുക്ക് വളരെ സന്തോഷമല്ല. ഇവിടെ 8 വർഷം എന്താ ഈ ഷോപ്പ് പിന്നെ 10ാമത്തെ വർഷമാകുന്നു. നമ്മൾ ഇവിടെ ഷോപ്പ് തുടങ്ങിയിട്ട് 10 വർഷമാകുന്നു. 20 കോടി ഫസ്റ്റ് പ്രൈസ് ആദ്യമായിട്ട് ബമ്പറിൽ ഫസ്റ്റ് പ്രൈസ് ആദ്യമായിട്ട്. ബാക്കി ഫസ്റ്റ് പ്രൈസ് പിന്നെ നമ്മൾ 70 ലക്ഷം 80 ലക്ഷം നമ്മളിവിടെ 3-4 പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. അതാണ് ഏജൻസീസിലെ ആളുകൾ പറയുന്നത്. അതായത് ഈ സത്യൻ എന്ന ആള് എവിടെയുണ്ട് എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. 24-ാം തീയതി ആണ് ഇദ്ദേഹം ഇവിടെ വന്ന് ഈ ടിക്കറ്റ് വാങ്ങുന്നത്. അപ്പോൾ ഒരു കെട്ട് ടിക്കറ്റ് വാങ്ങി. അതിൽ 10 ടിക്കറ്റുകളാണ് ഉണ്ടായിരുന്നത്. ആ 10 ടിക്കറ്റുകളും ഇയാൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി. പക്ഷേ അതെങ്ങോട്ട് കൊണ്ടുപോയെന്നോ അല്ലെങ്കിൽ അത് ഇയാളുടെ പക്കൽ ഇയാളിപ്പോൾ എവിടെയാണുള്ളതോ എന്ന കാര്യത്തിൽ ഏതായാലും വ്യക്തതയില്ല. പക്ഷേ ആദ്യമായിട്ടാണ് ഇത്രയധികം കോടി രൂപ ഈ ഇരിട്ടി എന്ന പ്രദേശത്ത് അല്ലെങ്കിൽ ഈ ഒരു മലയോര മേഖലയാണ് അവിടെ ബമ്പർ അടിക്കുന്നത് എന്നതാണ്. അത് വലിയ സന്തോഷം ഉള്ള ഒന്ന് തന്നെയാണ്. ഏതായാലും ആളുകളെ സംബന്ധിച്ചിടത്തോളം സത്യൻ ആരാണ് എന്നതാണ് അറിയേണ്ടത്. പക്ഷേ അയാളെ കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേര് മാത്രമാണ്. കാരണം ഒരു 10 ടിക്കറ്റ് ഒരുമിച്ച് ഒരു ബുക്കോടെ എടുത്തത് കൊണ്ടാണ് ഈ പേര് എഴുതി വെച്ചത്. പക്ഷേ ഫോൺ നമ്പർ ഒന്നും തന്നെ എഴുതി വെച്ചിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. മുൻപ് ഇത്തരത്തിൽ ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ സ്ഥിരമായി ടിക്കറ്റ് എടുക്കുന്ന ഒരാളല്ല. ഇവിടെ വന്ന് 24-ാം തീയതി വന്ന് ഈ 10 ടിക്കറ്റ് ഒരു ബുക്ക് ടിക്കറ്റ് ആവശ്യപ്പെട്ടു. അപ്പോൾ അവർ കൊടുത്തു. ഒരു ബുക്ക് ടിക്കറ്റ് എടുത്തത് കൊണ്ട് പേരെഴുതി വെക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ആ പേര് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. സത്യൻ എന്നയാളാണ്. പക്ഷേ അയാൾ എവിടെയുണ്ടെന്നോ ആരാണെന്നോ ഇതുവരെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല.